തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയും സൗഖ്യപ്രാർത്ഥനയുമാണ്. അതിനു മുമ്പായി ഒരു കൊച്ചു ചിന്ത നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായിട്ട് പങ്കുവെക്കുകയാണ്. നമ്മളിങ്ങനെയുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകളിലൊക്കെ പങ്കുചേരുമ്പോൾ അതിൻ്റെയൊക്കെ ലക്ഷ്യം നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹം സ്വന്തമാക്കുക എന്നുള്ളതാണ്, ജീവിതത്തിലെ വിവിധ മേഖലകളിൽ. എന്നാൽ ദൈവത്തിന് അതിനേക്കാളും ഉന്നതമായ, അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ലക്ഷ്യമുണ്ട് നമ്മളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കുന്നതിൻ്റെ പിന്നിൽ. അത് നമ്മൾ ഒരു അനുഗ്രഹമായി മാറുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സക്രിയ 8:7 നമ്മൾ വായിക്കുന്നുണ്ട്, ഭയപ്പെടേണ്ട, കരുത്താർജിക്കുവിൻ, ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും. ഞാൻ നിങ്ങളെ രക്ഷിക്കുന്നതിൽ അവസാനിക്കുന്നില്ല ദൈവത്തിൻ്റെ പ്രവൃത്തി. ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അവസാനിക്കുന്നില്ല. നിങ്ങളെ ഞാൻ ഒരു അനുഗ്രഹമാക്കി മാറ്റുവാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമല്ല, നീ വഴി മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടാൻ കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സത്യം തിരിച്ചറിയാതെ വരുന്നതുകൊണ്ടാണ് പലർക്കും ആത്മീയതയുടെ ഉന്നത തലങ്ങളിലേക്ക് വളരാൻ സാധിക്കാതെ വരുന്നത്. നമ്മൾ നമ്മുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഞാനൊരു അനുഗ്രഹമായിട്ട് മാറുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ദൈവം അബ്രാഹത്തെ വിളിക്കുന്ന രംഗം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ ദൈവം അബ്രാഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്താക്കും, അങ്ങനെ നിന്നെ ഞാൻ ഒരു അനുഗ്രഹമാക്കി മാറ്റും. ആദ്യം പറയുന്നു ഞാൻ നിന്നെ അനുഗ്രഹിക്കും, രണ്ടാമതായിട്ട് പറയുന്നു നിന്നെ ഞാനൊരു അനുഗ്രഹമാക്കി മാറ്റും. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാനും ശപിക്കും. അപ്പൊ കർത്താവ് നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്നത് മറ്റുള്ളവരുടെ കണ്ണുനീര് തുടയ്ക്കാനുള്ള ഒരു ഉപകരണമായി മാറാനാണ്. കർത്താവ് നമുക്ക് ആത്മീയമായും ഭൗതികമായും മേഖലകളിൽ എവിടെയൊക്കെ അനുഗ്രഹം നൽകുന്നുണ്ടോ അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് മാറാനായിട്ടാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ദൈവമേ എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭൂമിയിൽ ദൈവമക്കൾ ഒരു അനുഗ്രഹമായി മാറണമെന്നുള്ള സ്വപ്നത്തോടു കൂടിയാണ്, ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം. പ്രത്യേകിച്ചും നമ്മളുടെ വിളിമാട്, എൻ്റെ കുടുംബത്തിൽ ഞാനൊരു അനുഗ്രഹമാണോ? എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാനൊരു അനുഗ്രഹമാണോ? ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ഞാനൊരു അനുഗ്രഹമാണോ? എൻ്റെ സഭയ്ക്ക്, ഇടവകയ്ക്ക് ഞാനൊരു അനുഗ്രഹമാണോ? ഈ ലോകത്തിന് എൻ്റെ ജീവിതം ഒരു അനുഗ്രഹമാണോ? അല്ല എങ്കിൽ അത് അനുഗ്രഹമായി തീരാൻ വേണ്ടി നമ്മൾ ഈ രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ അനുഗ്രഹം നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹമാകാനായതുകൊണ്ട് ദൈവമക്കളുടെ വായിൽ നിന്നും ഒരിക്കലും ശാപത്തിൻ്റെ വാക്കുകൾ വരാൻ പാടില്ല. ഈ അനുഗ്രഹിക്കൽ ആരംഭിക്കേണ്ടത് നമ്മുടെ വാക്കുകളിലൂടെയാണ്. നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, വചനത്തിന് ശക്തിയുണ്ട്. അപ്പം അതുകൊണ്ട് വാക്കുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കണം. നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ അനുഗ്രഹിക്കണം. മാതാപിതാക്കൾ മക്കളെ അനുഗ്രഹിക്കണം. നമ്മുടെ നാടിനെ നമ്മൾ അനുഗ്രഹിക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ യാത്ര ചെയ്യുമ്പോൾ പോകുന്ന നാടിനെയെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് കാണുന്ന വ്യക്തികളെ നമുക്ക് അനുഗ്രഹിക്കാം, സ്ഥലങ്ങളെ നമുക്ക് അനുഗ്രഹിക്കാം. കാരണം നമ്മൾ ദൈവമക്കളാണ്. നമ്മൾ അനുഗ്രഹിച്ചാൽ അത് അനുഗ്രഹിച്ചത് തന്നെയാണ്. ആത്മാർത്ഥമായി ദൈവനാമത്തിൽ നമ്മൾ അനുഗ്രഹിക്കുന്ന ഒരു ശീലം ഉണ്ടാകണം. നമ്മൾ കാണുന്ന ആളുകളെയും വ്യക്തികളെയും ഒക്കെ അനുഗ്രഹിക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി മാറുമ്പോൾ നമ്മളിലെ അനുഗ്രഹം വളർന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആന്തരികമായി നമ്മൾ ഒത്തിരിയേറെ സന്തോഷമുള്ളവരായിട്ട് നമ്മൾ മാറും മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ. ഇവിടെ നമ്മൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അറിയാതെ പലരുടെയും വായിൽ നിന്ന് ശാപത്തിൻ്റെ വാക്കുകൾ വരും. വേദന വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ അത് വലിയ ഒരു ദുരന്തമാണ്. കാരണം മറ്റുള്ളവരെ ശപിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതല്ല.
നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവരെ അനുഗ്രഹിക്കാനായിരിക്കുമ്പോൾ എന്ത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും മറ്റുള്ളവരെ ശപിക്കുന്ന വാക്കുകൾ നമ്മളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ അത് നമുക്കും മറ്റുള്ളവർക്കും വലിയ ദുരിതത്തിന് കാരണമായി തീരും. ഒരുപാട് യുവജനങ്ങൾ, മക്കൾ എൻ്റെ അടുത്ത് കരഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. മാതാപിതാക്കൾ ദേഷ്യം വരുമ്പോൾ ശപിക്കും, നീയൊക്കെ മുടിഞ്ഞു പോകും, നീയൊന്നും ഗുണം വരത്തില്ല, നീയൊക്കെ അനുഭവിക്കും. ഇങ്ങനെയുള്ള വാക്കുകൾ മാതാപിതാക്കളുടെ അധരങ്ങളിൽ നിന്ന് കേട്ടതിൻ്റെ ഫലമായി ഒരുപാട് യുവ മക്കൾ മുറിവേറ്റവരാണ്. അതവരുടെ ആത്മവിശ്വാസം കെടുത്തിക്കളയുന്നു, അതവരെ ഒരുപാട് ദുഃഖം കൊണ്ട് നിറയ്ക്കുന്നു. കാരണം എന്താണ്? അനുഗ്രഹിക്കേണ്ട, വളർത്തേണ്ടവരിൽ നിന്ന് തന്നെ വരുന്ന ശാപത്തിൻ്റെ വാക്കുകൾ. അവരൊന്നും ഓർത്തുകൊണ്ട് പറയുന്നതല്ല, അവരുടെ സ്വഭാവ പ്രത്യേകത കൊണ്ട് അവർ ദേഷ്യം വരുമ്പോൾ പറയുകയാണ്. പക്ഷെ അതിലൂടെ പിശാച് പ്രവർത്തിച്ചുകൊണ്ട് ആ മക്കളുടെ ജീവിതത്തിൽ അത് പിൽക്കാലത്ത് പല പ്രശ്നങ്ങൾക്കും കാരണമാക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ മറ്റുള്ളവരെ ശപിക്കാൻ പാടില്ല. അത് ദൈവത്തിൻ്റെ പദ്ധതി അല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മറ്റുള്ളവരെ ശപിക്കുമ്പോൾ നമ്മളും ശാപഗ്രസ്തരായിട്ട് തിരികെയാണ്. 109 സങ്കീർത്തനത്തിൽ 17 വചനത്തിൽ പറയുന്നുണ്ട്, ശപിക്കുക അവൻ ഇഷ്ടമായിരുന്നു, അതിനാൽ അവൻ്റെ മേൽ ശാപം കുന്നുകൂടട്ടെ. അനുഗ്രഹിക്കുക അവൻ ഇഷ്ടമില്ലായിരുന്നു, അതുകൊണ്ട് അനുഗ്രഹം അവനിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് വചനം പറയുകയാണ്. അപ്പോൾ ഇത് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹിക്കാൻ വേണ്ടി ആയതുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയണം. പക്ഷേ മറ്റുള്ളവരെ ശപിക്കുമ്പോൾ അത് നമുക്ക് തന്നെ തിരിച്ചു തന്നെ വരും. നമ്മളുടെ ജീവിതം മുരടിച്ചു പോകും, നമ്മളുടെ ജീവിതം സന്തോഷമില്ലാതായി തരും, നമ്മുടെ ജീവിതം ബ്ലോക്കായിട്ട് മാറിപ്പോകും. അപ്പം അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ, അനേകരുടെ ജീവിതത്തിൽ സൗഖ്യം കിട്ടേണ്ട ഒരു മേഖലയാണ് മറ്റുള്ളവരുടെ അധികാരസ്ഥാനത്തോ മാതാപിതാക്കളിൽ നിന്നോ ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള ശാപവാക്കുകളുടെ ഓർമ്മകൾ, അതിൻ്റെ സ്വാധീനം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് അത് അവരുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നു. അതുപോലെ എപ്പോഴും മറ്റുള്ളവർ ശപിക്കുന്ന വ്യക്തികളിൽ ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയി ആ വ്യക്തികളും കൃപയില്ലാത്തവരും ശാപഗ്രസ്തരുമായി പലപ്പോഴും മാറുന്ന അനുഭവം കണ്ടിട്ടുണ്ട്. അപ്പം ഇതിലൂടെ പിശാച് ഈ വാക്കിലൂടെ, മനുഷ്യൻ്റെ വാക്കുകളിലൂടെ ദുഷ്ടാരൂപികൾ പ്രവർത്തിക്കുകയും അങ്ങനെ ദൈവകൃപ തടയപ്പെടുന്ന അനുഭവമുണ്ട്. ഇവിടെ നമുക്ക് വിമോചനം ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ദേശത്തിന്, നമ്മളുടെ കുടുംബത്തിന്, രാജ്യത്തിനൊക്കെ അനുഗ്രഹമായി മാറുക എന്നുള്ളതാണ് കർത്താവിൻ്റെ പദ്ധതി. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാനൊരു അനുഗ്രഹമായി തീരുക? നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമുക്കറിയാം. ഈ വലിയ രാജ്യത്ത് ഒരു അനുഗ്രഹമായി തീരാൻ പാവപ്പെട്ട എനിക്ക് എങ്ങനെയാണ് സാധിക്കുക? ഈ രാജ്യത്തെ എൻ്റെ ദൈവാനുഗ്രഹം കൊടുക്കാനായിട്ട് എന്നെപ്പോലുള്ള നിസ്സാരനായ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ദിനവൃത്താന്തം 7:14 ഇങ്ങനെ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരികുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദേശം സമ്പുഷ്ടമാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ദേശത്തുള്ള എല്ലാ മനുഷ്യരുടെയും ദുഷ്ടത മാറ്റണമെന്നും എല്ലാ മനുഷ്യരും ദൈവത്തെ അന്വേഷിക്കണമെന്നും അല്ല പറയുന്നത്. എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം, ദൈവത്തെ അറിഞ്ഞ മനുഷ്യര് അവര് ഹൃദയം കൊണ്ട് ദൈവത്തെ തേടണം. ദൈവത്തിൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന നമ്മൾ കർത്താവിനെ അന്വേഷിക്കുകയും നമ്മളെ തന്നെ എളിമപ്പെടുത്തി ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ പ്രതി ദൈവം നമ്മുടെ ദേശത്തെ സമ്പുഷ്ടമാക്കും. അതെപ്പോഴും നമ്മൾ ഓർക്കണം. ഭൂരിപക്ഷത്തിൻ്റെ മാനസാന്തരത്തിലൂടെയല്ല ദൈവം ഒരു ദേശത്തെ അനുഗ്രഹിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് ഭൂരിപക്ഷം പേരും അല്ല, ന്യൂനപക്ഷമാണ്. അത് എന്ത് കാര്യത്തിനും, നല്ല കാര്യത്തിനായാലും ചീത്ത കാര്യത്തിനൊക്കെ ആയാലും ശരി, ഒരു ന്യൂനപക്ഷമാണ് മുന്നിലേക്ക് ഇറങ്ങുന്നത്. അവരുടെ സമർപ്പണത്തിലൂടെ, അവരുടെ അധ്വാനത്തിലൂടെ ഭൂരിപക്ഷത്തിനും അനുഗ്രഹം കിട്ടുകയാണ് ചെയ്യുന്നത്. എന്നതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിലും ഈ ഒരു തത്വം ബാധകമാണ്. നമ്മളെ പ്രതി ദൈവം നമ്മളുടെ നാടിനെ അനുഗ്രഹിക്കും.
എങ്ങനെ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവരും ദൈവസ്ഥാനത്തിൽ എളിമയുള്ളവരും നമ്മൾ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്നവരായിത്തീരുമ്പോൾ നമ്മളെ പ്രതി നമ്മൾ ജീവിക്കുന്ന നാടിനെ ദൈവം അനുഗ്രഹിക്കും. അപ്പം അതുകൊണ്ട് നമ്മുടെ ദേശത്തിന് വേണ്ടി, ദേശത്ത് ഒരുപാട് പ്രശ്നമാണ്, ഒരുപാട് ദുരിതങ്ങളും അഴിമതിയും അക്രമം അനീതിയൊക്കെ ഉണ്ട്. ഇതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, വേവലാതിപ്പെടും, അധികാരികളെ കുറ്റം പറയും. പക്ഷേ ദൈവകൃപ നഷ്ടപ്പെട്ടാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ദൈവകൃപ നഷ്ടപ്പെട്ടാൽ എത്ര നല്ല സംവിധാനങ്ങളും നിയമവ്യവസ്ഥകളും ഉണ്ടെങ്കിലും ഒന്നും പ്രയോജനമില്ലാതായിട്ട് തീരും. അപ്പം രാജ്യത്തിന് വേണ്ടത് ദൈവകൃപയാണ്. ദൈവകൃപ നഷ്ടപ്പെടുന്നത് മനുഷ്യൻ്റെ പാപങ്ങൾ കൊണ്ടാണ്, തിന്മ കൊണ്ടാണ്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് എന്താ ചെയ്യേണ്ടത്? ദൈവവിചാരമില്ലാത്ത വ്യക്തി, ദൈവവിശ്വാസമില്ലാത്ത വ്യക്തി, അവൻ ഇങ്ങനെയുള്ള മൂല്യങ്ങളിലൊന്നും വിശ്വാസമില്ല. അവനിൽ നിന്ന് ദൈവം ഒന്നും പ്രതീക്ഷിക്കുന്നു. മറിച്ച് ദൈവത്തെ അറിഞ്ഞ മനുഷ്യർ അവർ ജീവിതത്തിൽ രൂപാന്തരീകരണം വരുത്തണം, അവർ വിശുദ്ധീകരിക്കപ്പെടണം. അവരുടെ ജീവിതം വഴി ദൈവം അവർ ജീവിക്കുന്ന നാട്ടിലെ ഭൂരിപക്ഷത്തെയും അനുഗ്രഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. അപ്പം ജീർണതയിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കേണ്ട ഉപ്പായി തീരേണ്ടവരാണ് ദൈവമക്കൾ. പക്ഷേ നമ്മളിലെ ആ ഉപ്പ് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ പിന്നെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ചവിട്ടിക്കളയാനേ കൊള്ളൂ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും സഭയും ക്രൈസ്തവ സമൂഹമൊക്കെ പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളിൽ ഒന്നിതാണ്. നമ്മൾ സമൂഹത്തിൻ്റെ ജീർണതയെ തടയുന്ന ഉപ്പായി മാറാതെ നമ്മൾ തന്നെ ജീർണിക്കപ്പെട്ടതുകൊണ്ട്, നമ്മുടെ ദൗത്യം നിർവഹിക്കപ്പെടാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും വലിച്ചെറിയപ്പെടേണ്ട അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതേ തത്വം തന്നെ നമ്മുടെ എല്ലാ മേഖലകളിലും വ്യാപകമാണ്. നമ്മുടെ കുടുംബം രക്ഷിക്കപ്പെടാൻ വേണ്ടി നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും മാനസാന്തരപ്പെട്ട് മാറണമെന്നില്ല. മറിച്ച് നമ്മൾ നമ്മുടെ കുടുംബത്തിന് ഒരനുഗ്രഹമായി മാറണം. നമ്മളുടെ വിശുദ്ധീകരണത്തിലൂടെ, നമ്മുടെ സഹനത്തിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ സ്നേഹത്തിലൂടെ ദൈവത്തിൻ്റെ കൃപ കുടുംബം മുഴുവനും വ്യാപിക്കും. ചില കുടുംബങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടുന്നത് ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അപ്പൻ്റെയോ അമ്മയുടെയോ ഒക്കെ പുണ്യപ്രവൃത്തിയുടെ ഫലമായിട്ടായിരിക്കാം. ഒരു വ്യക്തിയുടെ സമർപ്പണത്തിലൂടെ ആ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടാം. അതുകൊണ്ട് എല്ലാവരും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ മാറണം. എങ്ങനെ? എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറണം. നമ്മൾ പ്രാർത്ഥിക്കണം, എൻ്റെ കർത്താവേ, എൻ്റെ കുടുംബത്തിന് ഞാനൊരു അനുഗ്രഹമായി തീരണം. എൻ്റെ കുടുംബത്തിന് കണ്ണുനീരിന് ഞാൻ കാരണമാകരുത്. എൻ്റെ വരും തലമുറയ്ക്ക് കണ്ണുനീരിന് ഞാൻ കാരണമാകരുത്. ശാപത്തിന് ഞാൻ കാരണമാകരുത്. എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. പഴയ നിയമത്തിൽ ജോസഫിൻ്റെ കഥ നമുക്കറിയാം. ജോസഫ് അടിമയായി ഈജിപ്തിലേക്ക് കൊണ്ടുവരപ്പെട്ട ഒരു ബാലനാണ്, യുവാവാണ്. എന്നാൽ ഫൊത്തിപ്പേറിൻ്റെ വീട്ടിൽ ഒരു അടിമയായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു കാര്യം ദൈവവചനം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിതാണ്, ജോസഫിനെ പ്രതി ദൈവം ഫൊത്തിഫേറിനെയും അവനുള്ള സകലതിനെയും അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫൊത്തിഫേറിൻ്റെ വീട്ടിലെ അടിമച്ചെറുക്കനായിരുന്നു ജോസഫ്. പക്ഷെ ജോസഫ് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രീതികരമായി ജീവിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ജോസഫിനെ പ്രതി ദൈവം യജമാനെയും യജമാനൻ്റെ വസ്തുവകകളെയും അനുഗ്രഹിച്ചു. ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. അപ്പം അതുകൊണ്ട് അടിമയായിരുന്നിട്ട് പോലും അവൻ്റെ യജമാനന് ഒരു അനുഗ്രഹമായി മാറാനായിട്ട് സാധിച്ചു. അവൻ വിശുദ്ധനായി ജീവിച്ചപ്പോൾ, അവൻ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചപ്പോൾ അവനെ പ്രതി അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു. അപ്പം ഇതേപോലെ നമ്മളുടെ ജീവിതം വഴി നമ്മളുമായി ബന്ധപ്പെടുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടണം. നമ്മൾ ഒരു അനുഗ്രഹമായിട്ട് മാറണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എവിടെയെങ്കിലും അനുഗ്രഹം തടയുന്ന ഒരു ശാപമായി എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ വാക്കുകൾ, എൻ്റെ ജീവിതം മാറിയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് രാത്രിയിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. തുടർന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ശാപവാക്കുകൾ നിർവീര്യമാക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മറ്റുള്ളവരോട് നമ്മൾ ശാപകരമായ വിധത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിനോട് മാപ്പ് ചോദിക്കുകയും അത് അവരുടെ ജീവിതത്തിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
അതോടൊപ്പം തന്നെ നമുക്ക് അങ്ങനെയുള്ള ഏതെങ്കിലും ശാപ വാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശക്തികൾ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാൻ, സ്വാധീനം വിട്ടുപോകാൻ വേണ്ടി നമ്മളിത് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം.